പാലക്കാട് LDFന് ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ വോട്ടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് CPM പൊതുസ്വതന്ത്രനെ നിർത്തിയതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ് പാലക്കാട് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളതെന്ന് പാലക്കാട് UDFനെ മറികടക്കാൻ LDFന് രാഷ്ട്രീയമായ വോട്ടില്ലെന്നും സുരേഷ് ബാബു. ഈ പാലക്കാട് മണ്ഡലം പുനർനിർണയം ചെയ്തതിനു ശേഷം ഞങ്ങളിവിടെ ജയിച്ചിട്ടില്ല. 2016 ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ 2016 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 3ാം സ്ഥാനത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തില്ല, രാഷ്ട്രീയമായ സ്വാധീനക്കുറവ് ആരോടൊപ്പമില്ല, UDF രാഷ്ട്രീയത്തിനോടൊപ്പം ഈ മണ്ഡലത്തില്ല. നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഈ ചോദ്യം ഞങ്ങൾ ആലത്തൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതെങ്കിൽ ഈ ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം ഞങ്ങൾ തോൽപ്പിക്കാൻ മാത്രം ശേഷിയുള്ള രാഷ്ട്രീയം UDFനും BJPക്കും ആലത്തൂർ മണ്ഡലത്തിലില്ല. പാലക്കാടിലെ മറ്റു മണ്ഡലങ്ങളിൽ ഏതിലുമില്ല. ഞങ്ങൾ ജയിച്ച തൃത്താലയിലില്ല, പട്ടാമ്പിയിലില്ല, ഷൊർണൂരില്ല, ഒറ്റപ്പാലമില്ല, കോങ്ങാടില്ല, ചിറ്റൂരില്ല, നെന്മാറയില്ല, തരൂരില്ല, ആലത്തൂരില്ല. അവിടെയല്ല ഞങ്ങളത് പരീക്ഷിച്ചത്. ഞങ്ങൾ പരീക്ഷിച്ചത് പാലക്കാടാണ്. പാലക്കാട് ഞങ്ങൾക്ക് കോൺഗ്രസിന് മറികടക്കാനുള്ള രാഷ്ട്രീയ കുറവാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇടതുമുന്നണിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിൽ വലിയ സ്വീകാര്യതയുണ്ടായി. രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റിയ ആളെയാണോ ഇവിടെ UDF മത്സരിപ്പിക്കുന്നതെന്നും സുരേഷ് ബാബു ചോദിച്ചു. കോമഡി ഷോ ചെയ്യുന്ന കലാകാരനെന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്തിനാണ് ദുർബലനായ രാഷ്ട്രീയ ധാരണ ഇല്ലാത്ത ഒരാളെ ഇവിടെ മത്സരിപ്പിക്കുന്നത്? ഇത്തവണ ഇവിടെ BJPക്ക് കോൺഗ്രസ് വോട്ട് മറിക്കും. ഇത് ഷാഫി പറമ്പിലിന്റെ താല്പര്യമാണ്. കോമഡി ഷോയിൽ പ്രശസ്തനാണ്. ഞാനൊന്നും അതിനെ കുറച്ചൊന്നും കാണുന്നില്ല. നമുക്കെല്ലാം എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില ഷോകൾ കണ്ടാൽ വളരെ തൃപ്തികരമാണ്, വളരെ തൃപ്തിയാണ്. കാരണം നമുക്ക് ആ ടെൻഷൻ ഒഴിഞ്ഞായി ചിരിക്കാൻ പറ്റും. അതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങളെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ട പരിഹാരം, രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാവണ്ടേ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഈ മണ്ഡലം BJPക്ക് എഴുതി കൊടുക്കുക, എന്നിട്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഷാഫി അല്ലാതെ വേറൊരു വീരനില്ല ഈ കോൺഗ്രസിനകത്ത് എന്ന പരിവേഷത്തിലേക്ക് ഷാഫിയെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഷാഫി പറമ്പലിന്റെ ക്രൂക്കഡ് ബുദ്ധിയാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചത്. അടുത്ത തവണ ഷാഫി ഇല്ലാതെ പറ്റില്ല എന്ന് വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. രമേശ് പിഷാരടി ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ്. ഷാഫിയുടെ ലക്ഷ്യം പിഷാരടിയെ തോൽപ്പിക്കലാണ്. ഷാഫി ഇല്ലാതെ പാലക്കാട് കോൺഗ്രസ് ജയിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഷാഫിയുടെ ശ്രമം. രമേശ് പിഷാരടിക്ക് അരസംഖ്യയുടെ മനസ്സാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇസ്രായേലിനെ പിന്തുണച്ച് പിഷാരടി സംസാരിച്ചത് സംഖ്യയെ പോലെയാണ്. ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. UTV ന്യൂസ്, പാലക്കാട്.